ഏതാ വർഷം? 2026. ഈ ഒരു 2026 സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരുപാട് റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവില്ലേ? പക്ഷെ ഇതിലൊരു ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു റെസൊല്യൂഷൻസ് അങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നമ്മൾ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ആൻഡ് സഡൻലി മന്ത്സ് ഹാവ് പാസ്ഡ്. ഒരു 4 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2027 ആവും. ഒരു വർഷം ഫുള്ള് വേസ്റ്റ് ചെയ്ത് കളയുന്നേക്കാളും 4 മാസമെങ്കിൽ 4 മാസം, ഈ 4 മാസം കൊണ്ട് ആ റെസൊല്യൂഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ അത് അടിപൊളിയല്ലേ? 4 months is actually enough. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ 4 മാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദി ഡിസംബർ യു ഗൈസ് വിൽ ബിക്കം എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പേഴ്സൺ. ഇതൊരു 4 months റീസെറ്റ് ചാലഞ്ച് ആണ്. ഈ 4 മാസം എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, ജനുവരി ആയാൽ മാത്രമേ ഞാൻ റീസെറ്റ് ചെയ്യുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ടൊന്നും എനിക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല, ഇനിയിപ്പോൾ അടുത്ത വർഷം നോക്കാം. ഇങ്ങനെയുള്ള തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ വരരുത് കേട്ടോ. ഓണസ്റ്റ്ലി നമ്മുടെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ടൈം ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. പക്ഷേ വി ഹാവ് 4 months. ആ 4 monthsനെ നമ്മളൊരു ടൈമായിട്ട് കണക്ക് കൂട്ടുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂർ നമ്മൾ എപ്പോഴും ഫോൺ സ്ക്രോൾ ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നുണ്ടാവുക. യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും നമ്മൾ ഒരു ദിവസം ചെയ്യുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമത് പറയാനുള്ള കാര്യം, പിക്ക് ഓൺലി 3 goals. 3 മെയിൻ ആയിട്ടുള്ള ഗോൾസ് മാത്രം പിക്ക് ചെയ്യുക. നിങ്ങൾ വിചാരിക്കും ഈ 4 മാസം ഇല്ലേ, 4 മാസത്തിൽ ഒരു 10-20 ഗോൾസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ജിമ്മിൽ പോകണം, ഹെൽത്തി ഫുഡ് കഴിക്കണം, റീഡിംഗ് ഹാബിറ്റ് തുടങ്ങണം, യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഇങ്ങനെ കുറേ ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറേ ലിസ്റ്റ് വെക്കുന്നതൊക്കെ പൊട്ടത്തരാ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? 3 മെയിൻ ആയിട്ടുള്ള ഗോൾസിൽ മാത്രം സ്റ്റിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരെണ്ണം നമ്മുടെ ഹെൽത്ത് ആയിരിക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ആണ്, ഇൻക്ലൂഡിങ് ദി സ്ലീപ്പ്. നമ്മുടെ പൈസയ്ക്ക് നമുക്ക് പൈസ വേണമല്ലോ, അപ്പൊ പൈസ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് ആണ്. നമുക്ക് പേഴ്സണലി ഒരു ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു സ്കിൽ. ഈ 3 ഗോൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാം. ഈ 4 മാസം കൊണ്ട് ഈ 3 മെയിൻ ഗോൾസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി പറയാനുള്ള കാര്യം, ആദ്യത്തെ കുറച്ച് ദിവസമൊന്നും നിങ്ങൾക്ക് ഇത്രയും ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. കാരണം നമ്മൾ ഇത്രയും നാൾ ഇങ്ങനെ ഭയങ്കര ഐഡിയലായിട്ട് കട്ടിൽ കിടന്ന ഫോണൊക്കെ കണ്ടിങ്ങനെ അയഞ്ഞിരുന്നല്ലേ. അപ്പൊ ഈ ഇതിന്ന് പെട്ടെന്ന് ഡിസിപ്ലിനിലേക്ക് വരാന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതൊരു നോർമൽ ഹ്യൂമൻ സൈക്കോളജിയാണ്. നമുക്ക് പെട്ടെന്നൊന്ന് ഡിസിപ്ലിൻ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആദ്യത്തെ ഒരു 30 ദിവസം നിങ്ങൾ ഡിസിപ്ലിൻ ആവാൻ ശ്രമിക്കുക. ലൈക്ക് ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയില്ലേ, ദാറ്റ് ഈസ് ആക്ച്വലി കൈൻഡ് ഓഫ് ട്രൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാനൊരു ഗോൾ വെക്കുകയാണ്. 30 minutes എല്ലാ ദിവസവും മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആക്കി വേറെ തോട്ട്സിലൊന്നും പോവാതെ വെക്കുക എന്നുള്ളൊരു ഗോൾ. അപ്പോൾ ഈ ഒരു ഗോൾ ഞാൻ വെക്കുന്ന സമയത്ത് എനിക്ക് 30 minutes പോയിട്ട് ഒരു 10 minute പോലും എനിക്ക് മൈൻഡ് റിലാക്സ്ഡ് ആക്കി വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുമോ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു ഉപയോഗമില്ല, അപ്പോൾ പെർഫെക്റ്റ് അല്ലല്ലോ, അപ്പോൾ ഇന്നത് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് ഡിമോട്ടിവേറ്റഡ് ആയിട്ട് പോവാതെ 5 minute എങ്കിലും ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഓവർ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പെർഫെക്ഷൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ള ഒരു ത്വരയൊക്കെ അങ്ങ് പോകും. ആ ഒരു കാര്യം, ആ ഒരു ഗോൾ നമ്മൾ ചെയ്യുന്നു നമ്മളെ മൈൻഡിനെ കൊണ്ട് തോന്നിപ്പിക്കണം. അത്രയും ചെയ്താൽ മതി. നെക്സ്റ്റ് പറയാനുള്ള കാര്യം ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ദാറ്റ് ഇസ് ഡിലീറ്റ് വാട്ട് ഈസ് വേസ്റ്റിംഗ് യുവർ ലൈഫ്. അതിനിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണായാലും അതിപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരായാലും എന്താണെങ്കിലും അവരെ നമ്മുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യാം. ലൈക്ക് ഒരു നിമിഷം പോലും ഈ ഫോൺ നമ്മുടെ കയ്യിലില്ലാതെ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഓരോ ദിവസമായിട്ട് നമ്മൾ അതിൻ്റെ യൂസേജിൻ്റെ ലെവല് കുറയ്ക്കുക. എൻ്റെ ഒരു സ്ക്രീൻ ടൈം ഒക്കെ എത്രയാണെന്ന് അറിയോ? 8 മണിക്കൂറാണ് എൻ്റെ ഒരു സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ടു ബാഡ്. ഫോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ ഒരു യൂസേജില്ലേ, നമ്മുടെ ആ ഒരു സ്ക്രീൻ ടൈം നമ്മൾ കുറച്ച് കൊണ്ടുവരാന്നുള്ളതാണ്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം എൻ്റെതാണെങ്കിൽ 8 മണിക്കൂറാണ്. 8 മണിക്കൂർ എന്നുള്ളത് അടുത്ത ദിവസം ഒരു 7 മണിക്കൂറാക്കാം, പിന്നെ അതൊരു 5 മണിക്കൂറാക്കാം, പിന്നെ അതൊരു 4 മണിക്കൂർ, 3 മണിക്കൂർ, ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ഒരു വ്യക്തി നമ്മുടെ ചുറ്റും വരുന്ന സമയത്ത് നമുക്കൊരു നെഗറ്റിവിറ്റി നമ്മുടെ ചുറ്റും ഉണ്ടാവുന്നുണ്ട്, നമ്മളെ സെൽഫ് ഹേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ആളെ നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കളയുക. കാരണം നിങ്ങളുടെ ലൈഫ് ഭയങ്കരമായിട്ട് സ്പോയിൽ ചെയ്ത് പോകും. ഇഫ് യു വോണ്ട് ടു സേവ് യുവർ ലൈഫ്, പ്ലീസ് സ്പീക്ക് ഫോർ യുവർ സെൽഫ്. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു 4 month പ്ലാൻ ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റീസെറ്റ് ചെയ്യാന്നുള്ളതാണ്. സ്ലീപ്പിംഗ് ഹാബിറ്റ്സ് എല്ലാം നിങ്ങൾ ഫിക്സ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഒരു റുട്ടീൻ ഉണ്ടാവുമല്ലോ. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ആ ഒരു റുട്ടീൻ ഉണ്ടല്ലോ. ഈ റുട്ടീനും നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ക്ലീൻ ആൻഡ് ഫ്രഷ് ആവുന്ന രീതിയിലുള്ള റുട്ടീൻ ആക്കുക. ലൈക്ക് വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഓരോ ടൈമും പ്രഷ്യസ് ആണ്. അപ്പൊ അതൊന്നും വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ
നിങ്ങളുടെ റുട്ടീൻസ് ബിൽഡ് ചെയ്തെടുക്കുക. രണ്ടാമത്തെ മാസം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ മാസം ഫുള്ളി റീസെറ്റ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മാസം നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ സ്കിൽസ് ഇതെല്ലാം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും, പടം വരയ്ക്കുന്നതാണെങ്കിലും, സിംഗിങ് ആയാലും ഡാൻസിങ് ആയാലും, നിങ്ങൾക്ക് ഇനി എന്ത് സ്കില്ലുണ്ടെങ്കിലും ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ആ രണ്ടാമത്തെ മാസം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിന് മാത്രമായിരിക്കണം നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. തേർഡ് മന്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല. കാരണം നിങ്ങൾ ഈ 2 മാസം ഇത്രയും നമ്മുടെ ആ ഒരു ലേസിനെസ് മാറ്റി നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡും നമ്മുടെ ബ്രെയിനൊക്കെ ഇങ്ങനെ ടയർഡാവും. വേണ്ട, ഇനി ചെയ്യണ്ട, മതി എന്നൊക്കെ പറയും. അപ്പൊ നാച്ചുറലി 3ാമത്തെ മാസം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല. നിങ്ങളിങ്ങനെ അതിന് പിന്മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ആ 3ാമത്തെ മാസം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ് യുവർ സെൽഫ്. ഒബ്വിയസ്ലി റിസൾട്ട്സ് ഒക്കെ സ്ലോ ആയിരിക്കും, പക്ഷേ നമ്മൾ ആ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. ഈ 4th മന്തിനെ നമുക്ക് റിസൾട്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് മാറ്റാം. അതായത് ആ 4th മന്തിൽ നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കണം. 4th മന്ത് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഏതായിരിക്കും? ഡിസംബർ ആയിരിക്കും. അപ്പോൾ ഈ 4th മന്തിൽ നമ്മളിതെല്ലാം അനലൈസ് ചെയ്ത് നോക്കാം. നമ്മൾ എത്രത്തോളം ഈ 3 മാസം കൊണ്ട് ചേഞ്ച് ആയി, ഏതൊക്കെ കാര്യങ്ങളിൽ ചേഞ്ച് വരുത്തേണ്ടതുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ ഓൾറെഡി ഇമ്പ്രൂവ് ആയി, അടുത്ത ഇനി ഏത് ഗോൾസ് സ്റ്റാർട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം നിങ്ങൾ ഈ 4th മന്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് ഡിഫിക്കൾട്ട്, ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഡിഫിക്കൾട്ട്. പക്ഷേ ഇഫ് യു കോൺകർ യുവർ മൈൻഡ്, ഇഫ് യു ഹാവ് ദ പവർ ടു കൺട്രോൾ യുവർ മൈൻഡ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം അടിപൊളിയാവും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇസ് വെരി റിയൽ. നിങ്ങൾക്ക് ഒരു കാര്യം നെഗറ്റീവായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്ന സമയത്ത് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക. എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക? ആ ഒരു കാര്യം പോസിറ്റീവായിട്ട് സംഭവിച്ചു എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. ആൻഡ് ഐ എം ടെല്ലിങ് യു, ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഷോക്കായി പോകും. ബിക്കോസ് പവർ ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജാണ്. നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഇതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ കണ്ടന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.